ശ്രീ ജെ.ആർ. പത്മകുമാർ, ശ്രീ മോഹൻ വർഗീസ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ BJP തന്നെയാണ് മുന്നിൽ. നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഇന്ത്യ മുന്നണിയുടെ ആത്മവിശ്വാസം കെടുത്തുന്നതിന് വേണ്ടിയാണ്. മൂന്നാം വരവ് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണി എന്നുള്ളത് ഇന്ത്യ മുന്നണിയാണ്, കിച്ചടി മുന്നണിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന് ഇന്നലെ അദ്ദേഹം തൂത്തുക്കുടിയിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അമിതമായ ആത്മവിശ്വാസം കൂടി അതിനകത്ത് ഉണ്ട്. പക്ഷെ ഒരു വേള ഒരു ഉയർന്നെഴുന്നേൽക്കുന്നതിന് സൂചന കണ്ടിരുന്നു. അവിടെ തളർന്നിട്ടില്ല. പക്ഷേ ആ സഖ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉത്തർപ്രദേശിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ജെ.ആർ. പത്മകുമാർ. അല്ല, ഉത്തർപ്രദേശിലൊന്നും പുതുതായിട്ടൊന്നുമില്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവരൊക്കെ ഒരുമിച്ച് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സഖ്യങ്ങളൊന്നും പുതുമയുള്ളതല്ല. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ സീറ്റ് നിലവാരം വെച്ചാൽ 0+0 മീനാക്ഷിയിലേക്ക് പറഞ്ഞതുപോലെ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ദേശീയ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ മുഴുവനായ ഭാവി മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതിനിടയിൽ ഈ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇത് ദേശീയ തലത്തിലൊരു ഗവൺമെൻറ്, ഇന്ത്യയെ നയിക്കാൻ കഴിവുള്ള പ്രാപ്തനായ ഒരു പ്രധാനമന്ത്രി, അതിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് പ്രാപ്തനായ, ദീർഘവീക്ഷണമുള്ള, കഴിവുള്ള ഒരു ഭരണാധികാരിയെ കിട്ടുമ്പോഴാണ്. അത് ഇന്ത്യക്ക് നരേന്ദ്രമോദിയിൽ കൂടി ലഭ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞ 2 തവണയായിട്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. 14-ലും 19-ലും അത് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിനും അത് ബോധ്യമായിട്ടുണ്ട്. ഇന്ത്യയെ 21-ാം നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ, രാഷ്ട്രങ്ങളുടെ നെറുകയിലേക്ക് ഭാരതത്തെ നയിക്കാൻ കഴിവുള്ള പ്രാപ്തനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത്. അതിനുള്ളൊരു സംവിധാനമാണ് ഇന്ന് NDA സംവിധാനം എന്നുള്ളത് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനനുസൃതമായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ജോർജ് പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആർട്ട് ഓഫ് പോസിബിലിറ്റീസിലാണ്, സാധ്യതകളുടെ ഒരു കലയാണ്. അവിടെ ആദർശമോ മറ്റു കാര്യങ്ങളൊന്നും അവർ നോക്കിയിട്ടല്ല. BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ ഏൽക്കണം. എന്തിനു BJP പരാജയപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ സ്ഥിരം കുറേ കാലങ്ങളായി പറഞ്ഞു വരുന്നത് വർഗീയം എന്ന് പറഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്ന കക്ഷികളുടെ വർഗീയമായ നിലപാട്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച അവരുടെ കഴിഞ്ഞകാല നിലപാടുകൾ, ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ ഒരേ മുന്നണിയിലുള്ള 2-3 കക്ഷികൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ IND മുന്നണിയിലുള്ള CPM-നെ കുറിച്ച് IND മുന്നണിയിലെ ഒരു കക്ഷിയായ TMCയുടെ നേതാവ് മമതാ ബാനർജി പറയുന്നത് ഭീകരവാദികളുടെ സംഘടനയാണ് CPM എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസിന്റെ നേതാവ് TMCയെ കുറിച്ച് പറയുന്നത്, ചൗധരി പറയുന്നത് ഇതിനെ പിരിച്ചുവിടണമെന്നാണ്. അത്രമാത്രം മോശമായ ഗവൺമെന്റാണ് ബംഗാളിലുള്ളത്. വ്യത്യസ്ത ആശയങ്ങളുള്ള പാർട്ടികളാണ്. അവർക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിന് മുൻപ്. വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർക്കെല്ലാം കൂടിച്ചേരാം, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗാളിലെ കാര്യം ഉറപ്പായിട്ടില്ല. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും CPM-ഉമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് തൃണമൂൽ കോൺഗ്രസിന് സാധ്യമല്ല. കോൺഗ്രസിന് അവിടെ CPM-ഉമായി കൂട്ടുകൂടുന്നതുകൊണ്ട് കുഴപ്പവുമില്ല. മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അത് ബംഗാളിനെ മാറ്റി നിർത്താം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അങ്ങനെയല്ല. ഉത്തർപ്രദേശിൽ ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു. SP-യും കോൺഗ്രസും തമ്മിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ ചോദിക്കാം, മുൻപ് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SP-യും കോൺഗ്രസും ഒന്നിച്ചു നിന്ന് അവിടെ മത്സരിച്ചിട്ട് എന്ത് ഫലമുണ്ടായി എന്ന്. അത് ശരിയാണ്. എങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയില്ലേ കണക്കുകൾ നോക്കിയാൽ എന്നുള്ള ചോദ്യമുണ്ട്. ആം ആദ്മി പാർട്ടിയുമായിട്ട് യോജിക്കില്ല, കാരണം ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അതിന് വഴങ്ങില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ കോൺഗ്രസുമായിട്ട് അവർക്ക് ധാരണ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വരികയാണ്, ഒന്നൊന്നായി വരികയാണ്. മഹാരാഷ്ട്രയിൽ കുഴപ്പമുണ്ടാകുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. നടന്നു തുടങ്ങി എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാനെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്.
അല്ല അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഡൽഹിയിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തിയിട്ടാണ് AAP സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. AAPയുടെ ഈ ആവിർഭാവം തന്നെ കോൺഗ്രസിന്റെ അവന്റെ കോമൺവെൽത്ത് ഗെയിംസിലെ അഴിമതിയും കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അഴിമതി ഭരണകൂടത്തെ ഒഴിവാക്കണം എന്നുള്ളൊരു മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അന്ന് AAP അധികാരത്തിൽ വന്നത്. അതിനുശേഷം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ എന്നിട്ട് കോൺഗ്രസിന്റെ പിന്തുണ പുറത്തു നിന്ന് പിന്തുണയോടുകൂടിയാണ് അധികാരം നേടിയത് തന്നെ. അപ്പോൾ അത്രയും ശക്തമായി ഒറ്റയ്ക്ക് വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന പാർട്ടി അത് കഴിഞ്ഞ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എന്താ സ്ഥിതി? BJP മുഴുവൻ 7 സീറ്റും നേടിക്കൊണ്ടുപോയി. അങ്ങനെ ആ നിൽക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റയ്ക്ക് അസംബ്ലിയിൽ അധികാരത്തിൽ വന്ന പാർട്ടി കോൺഗ്രസിനെ കൂടി കൂട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലേ? അങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട രണ്ട് പാർട്ടികൾ ചേർന്നാൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ അല്ലെങ്കിൽ NDA ഡൽഹിയിൽ തളയ്ക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. അത് അഗാഡി തീർന്നു, എല്ലാം അത് തീർന്ന് അതിലുള്ള കക്ഷികളെല്ലാം ഛിന്ന ഭിന്നമായി. ഇന്ന് അവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സഖ്യം എന്ന് പറഞ്ഞാൽ NDA ആണ്. അപ്പോൾ NDA തീർച്ചയായിട്ടും അവിടെ കഴിഞ്ഞതിനേക്കാൾ നില മെച്ചപ്പെടുത്തും. ഭൂരിഭാഗം സീറ്റും മുഴുവൻ സീറ്റും കിട്ടിയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ആ രീതിയിലാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് NDA സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയാശങ്കയ്ക്കും വകയില്ല, ശക്തമായ മുന്നോട്ട് പോകും. ഇവരുടെ ഓപ്പോസിഷൻ പാർട്ടികളുടെ ഇടയിലുള്ള ആത്മവിശ്വാസക്കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കക്ഷികളെയൊക്കെ വിളിച്ച് ഓടി നടന്ന് എങ്ങനെയെങ്കിലും ഒന്ന് BJPക്കെതിരെ NDAക്കെതിരെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടും. ഒരു സൈഡിൽ തട്ടിക്കൂട്ടും, ഒരു സൈഡിൽ അത് കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ 370 സീറ്റിൽ കൂടുതൽ BJP ഒറ്റയ്ക്ക് നേടും. 400 സീറ്റിലേറെ സീറ്റുകൾ NDA സഖ്യത്തിന് ഉണ്ടാവും എന്നുള്ളതിൽ ഏതൊരു സംശയവും. ശരി, സേനാപതി വേണു, ഈ UP-യിൽ ഒരു തിളക്കമുണ്ടാക്കുന്ന രീതിയിലേക്ക്